വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയും മലപ്പുറം പ്രസംഗത്തെ ന്യായീകരിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളാപ്പള്ളി SNDP നേതൃത്വത്തിലെത്തിയതിന്റെ 30ാം വാർഷികാഘോഷ വേദിയിലാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചത്. പരാമർശം മലപ്പുറത്തിന് എതിരായിരുന്നില്ല എന്നും വെള്ളാപ്പള്ളി വിമർശിച്ചത് മുസ്ലിം ലീഗിനെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയൻ സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശനും മറുപടി നൽകി. ഗുരു സന്ദേശങ്ങളെ പ്രായോഗിക പ്രവർത്തനങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഈ 3 പതിറ്റാണ്ട് കാലം ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തിയായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. പ്രസംഗത്തിന്റെ അവസാന ഭാഗം എത്തിയതോടെ മലപ്പുറം വിവാദ പ്രസംഗത്തെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. പരാമർശം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉദ്ദേശിച്ചെന്ന് മുഖ്യമന്ത്രി. അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ വെള്ളാപ്പള്ളിയെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല എന്ന്. തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന്റെ ഭാഗമായി ഉണ്ടായി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ശ്രദ്ധ വേണമെന്നും വെള്ളാപ്പള്ളിയോട് പറഞ്ഞു. ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നു. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട്. പിന്നാലെ പ്രസംഗിച്ച വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ സർക്കാർ 3ാമതും അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നും വെള്ളാപ്പള്ളി. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രിക്കൊപ്പം 4 മന്ത്രിമാരും SNDP നേതൃത്വത്തിൽ 30 വർഷം പിന്നിട്ട വെള്ളാപ്പള്ളി നടേശന് ആശംസയറിയിക്കാനെത്തി. 24 ആലപ്പുഴ.